അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് 50 വർഷം പൂർത്തിയാവുകയാണ്. അത്തരമൊരു രാഷ്ട്രീയ തീരുമാനം ജനാധിപത്യത്തെ എങ്ങനെയാണ് അട്ടിമറിച്ചത്? സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന JC ഷാ അന്വേഷിച്ച് സമർപ്പിച്ച ഒരു റിപ്പോർട്ടുണ്ട്. പതിറ്റാണ്ടുകളോളം രാജ്യത്ത് ലഭ്യമല്ലാതിരുന്ന ആ റിപ്പോർട്ട് ഒടുവിൽ ഓസ്ട്രേലിയയിലെ പബ്ലിക് ലൈബ്രറിയിൽ നിന്നാണ് പൂർണ്ണമായും വീണ്ടെടുത്തത്. ഷാ കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരാവസ്ഥയെക്കുറിച്ച് കണ്ടെത്തിയ സത്യങ്ങളിലേക്കാണ് ഇന്നത്തെ സത്യം പറയട്ടെ. സ്വാഗതം. അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കുന്നു. അതോടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാനുള്ള അവകാശം നഷ്ടപ്പെടുന്നു. സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ആ വിധിയിൽ ഒരു തിരുത്തു വരുത്തുന്നു. MP സ്ഥാനം നഷ്ടപ്പെടുമെങ്കിലും പ്രധാനമന്ത്രിയായി തുടരാൻ തടസ്സമില്ല എന്നായിരുന്നു ആ വിധി. അപ്പോഴും പൂർണ്ണാധികാരം ഇല്ലാത്ത സ്ഥിതി. ഇതോടെ ഇന്ദിരാഗാന്ധിക്ക് ഭരണത്തിൽ തുടരാനായി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അടിയന്തരാവസ്ഥയ്ക്കുള്ള സാഹചര്യമൊരുക്കാൻ ആദ്യം ചെയ്തത് ഇന്ദിരാഗാന്ധി അനുകൂല റാലി സംഘടിപ്പിക്കുകയായിരുന്നു. ഇതിനായി ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ 983 ബസ്സുകളും സർക്കാർ പിടിച്ചെടുത്തു. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സർക്കാർ വാഹനങ്ങളും എത്തിച്ചു. ഇതിൽ സർക്കാർ ഉദ്യോഗസ്ഥരെയും ബന്ധുക്കളെയും എത്തിച്ച് ഡൽഹിയിൽ വലിയ റാലി നടത്തി. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി തുടരണം എന്നായിരുന്നു ആ റാലിയുടെ മുദ്രാവാക്യം. ഇത്രയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ചെയ്തതാണ്. രാജ്യത്ത് സാമ്പത്തികവും രാഷ്ട്രീയവുമായ അടിയന്തരാവസ്ഥയുണ്ട് എന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്ന് ഷാ കമ്മീഷൻ അക്കമിട്ട് വ്യക്തമാക്കി. ഷാ കമ്മീഷൻ റിപ്പോർട്ടിലെ ആ കണ്ടെത്തലുകളുടെ പരിഭാഷ ഇങ്ങനെ: സാമ്പത്തിക രംഗത്ത് പേടിക്കേണ്ട ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിനു മുൻപിറങ്ങിയ ദ്വൈവാര റിപ്പോർട്ടുകളിൽ ഒന്നിലും എന്തെങ്കിലും സുരക്ഷാ പ്രശ്നം രാജ്യം നേരിടുന്നതായി പറഞ്ഞിരുന്നില്ല. ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങളുടെയോ പുറമേ നിന്നുള്ള ആക്രമണ സാധ്യതകളുടെയോ ഒരു സൂചന പോലും എങ്ങും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ആഭ്യന്തര പ്രശ്നമുണ്ടെന്ന് ഒരു സംസ്ഥാനം പോലും കേന്ദ്രത്തെ ഈ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നുമില്ല. 1975 ജൂൺ 25 മുൻപ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ വേണ്ട ഒരുക്കങ്ങളൊന്നും ആഭ്യന്തര മന്ത്രാലയം നടത്തിയില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായി ഇന്റലിജൻസ് ബ്യൂറോയും അറിയിച്ചിരുന്നില്ല. ആഭ്യന്തര സെക്രട്ടറിയോ ക്യാബിനറ്റ് സെക്രട്ടറിയോ പ്രധാനമന്ത്രിയുടെ സെക്രട്ടറിയോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പോകുന്ന വിവരം നേരത്തെ അറിഞ്ഞില്ല. എന്നാൽ പ്രധാനമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന RK ധവാൻ വിവരങ്ങളെല്ലാം നേരത്തെ അറിഞ്ഞിരുന്നു. ആഭ്യന്തരമന്ത്രി ബ്രഹ്മാനന്ദ റെഡ്ഡി അവസാന നിമിഷം മാത്രമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന വിവരം അറിഞ്ഞത്. എന്നാൽ സഹമന്ത്രി മാത്രമായിരുന്ന ഓം മേത്ത തുടക്കം മുതൽ എല്ലാ വിവരവും അറിഞ്ഞു. തീരുമാനമെടുത്തത് പ്രധാനമന്ത്രി മാത്രമാണ്. അവസാന നിമിഷം അറിഞ്ഞ ബ്രഹ്മാനന്ദ റെഡ്ഡി ഒഴികെ മറ്റ് ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരെല്ലാം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ശേഷം പിറ്റേന്ന് മന്ത്രിസഭാ യോഗത്തിൽ മാത്രമാണ് വിവരമറിഞ്ഞത്. ബ്രഹ്മാനന്ദ റെഡ്ഡിയുമായി കൂടിയാലോചനയുണ്ടായില്ല. അവസാന നിമിഷം തീരുമാനം റെഡ്ഡിയെ അറിയിക്കുക മാത്രമായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്തെ മാധ്യമങ്ങളെക്കുറിച്ച് വളരെ വിശദമായ അന്വേഷണമാണ് ജസ്റ്റിസ് JC ഷാ നടത്തിയത്. ചില മാധ്യമങ്ങൾ സർക്കാരിന്റെ കൂലിയെഴുത്തുകാരായി. ചിലർ സർക്കാരിനെ അനുകൂലിച്ചില്ലെങ്കിലും സർക്കാരിന് ഇഷ്ടപ്പെടാത്തതൊന്നും എഴുതിയില്ല. എതിർത്ത മാധ്യമങ്ങളെ സർക്കാർ പല വഴിക്ക് തടയുകയും ചെയ്തു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ശേഷം 3 ദിവസത്തേക്ക് ഡൽഹിയിലെ മാധ്യമങ്ങളിലൊന്നും വൈദ്യുതി എത്തിയില്ല. സെൻസർഷിപ്പ് നിയമപരമാക്കാൻ സർക്കാർ തിടുക്കപ്പെട്ട് ബില്ല് പാസാക്കി. ആ ബില്ല് അനുസരിച്ച് മുഴുവൻ വാർത്തകളും സർക്കാരിന്റെ നിയന്ത്രണത്തിന് വിധേയമായിരുന്നു. പത്രങ്ങളെ സർക്കാർ 4 വിഭാഗങ്ങളായി തിരിച്ചു. അതിൽ A+ കാറ്റഗറിയിൽ വരുന്നവ സർക്കാരിനെ അനുകൂലിക്കുന്നവയായിരുന്നു. ആ പട്ടികയിലാണ് ദ ഹിന്ദുവും മലയാള മനോരമയും ഹിന്ദുസ്ഥാനും ഇന്ത്യൻ നേഷനും ലോകമാന്യയും എല്ലാം വന്നത്. B+ കാറ്റഗറിയിൽ വരുന്നവയായിരുന്നു സർക്കാരിനെ ഏറ്റവും വിമർശിച്ച് വാർത്തകൾ നൽകിയിരുന്നത്. ഈ പട്ടികയിലാണ് ഇന്ത്യൻ എക്സ്പ്രസ്, ദേശാഭിമാനി, കന്നഡപ്രഭ, ദൈനിക് അസ്ലാം, സന്ദേശ്, പ്രദീപ് എന്നിവ വന്നത്. സർക്കാർ പരസ്യങ്ങൾ ബഹുഭൂരിപക്ഷം കിട്ടിയതും A+ പത്രങ്ങൾക്കാണ്. B+ൽ വന്നവയ്ക്കും ഒന്നും ലഭിച്ചില്ല. കൂട്ടവന്ധ്യംകരണം പോലുള്ള പ്രവർത്തികൾ ഒരു വശത്ത്, വാർത്താ തമസ്കരണം മറുവശത്ത്. ഇതിനിടയിലൂടെ ഇഷ്ടജന നിയമങ്ങളും അനേകം നടന്നു. എല്ലാ കീഴ്വഴക്കങ്ങളും കാറ്റിൽ പറത്തി. റിസർവ് ബാങ്ക് ഗവർണറായി KR പുരിയെ നിയമിച്ചത്, TR വരദാചാര്യയെ SBI ചെയർമാനായും TR തുളിയെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ചെയർമാനായും നിയമിച്ചതെല്ലാം സ്വജനപക്ഷപാതമായിരുന്നുവെന്ന് കമ്മീഷൻ കണ്ടെത്തി.
ഇന്ത്യൻ എയർലൈൻസ് ബോർഡ് അറിയാതെ 3 ബോയിംഗ് 737 വിമാനങ്ങൾ വാങ്ങിയതുപോലുള്ള അഴിമതിയും കമ്മീഷൻ എടുത്തെഴുതി. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എഴുതിച്ചത് ആകാശവാണി ഡയറക്ടറെ കൊണ്ട്, VC ശുക്ലയുടെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യിച്ചത് വിഷ്വൽ പബ്ലിസിറ്റി ഡയറക്ടറേറ്റിലെ കലാകാരന്മാരെ കൊണ്ട്, ഗായകൻ കിഷോർ കുമാറിനെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നിങ്ങനെ കുറ്റാരോപണങ്ങൾ നിരവധിയായിരുന്നു. വഴങ്ങാത്തവരെ ഒതുക്കാൻ വ്യാപകമായി ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ ഇറക്കിവിടുന്ന രീതി ആരംഭിച്ചതും അടിയന്തരാവസ്ഥ കാലത്താണ്. കൃത്യം 50 വർഷം മുൻപ് ഏപ്രിലിലാണ് തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതിയിൽ അന്തിമ വാദം നടന്നത്. കേസ് വിധി പറയാനായി ജസ്റ്റിസ് ജഗ്മോഹൻ ലാൽ സിൻഹ മാറ്റിയപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് അസാധുവാകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. എതിർ സ്ഥാനാർത്ഥി രാജ്നാരായൺ നൽകിയ ഹർജിയായിരുന്നു കേസിന് ആധാരം. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി ഉദ്യോഗസ്ഥരെ ബൂത്ത് തല വോട്ടുപിടുത്തത്തിന് വരെ നിയോഗിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് ഹൈക്കോടതി ശരിവെച്ചത്. രാജ്നാരായണിന് വേണ്ടി ശാന്തി ഭൂഷണും ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി ഫൽക്കെവാലയും വാദിച്ച ആ കേസ് ഇന്നും ജനാധിപത്യത്തിൽ പ്രസക്തമാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ തന്നെ സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് എങ്ങനെയെന്നറിയാൻ ജസ്റ്റിസ് ഷാ കമ്മീഷൻ റിപ്പോർട്ട് വായിക്കുക തന്നെ വേണം. നമസ്കാരം.